സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിലെ രണ്ടാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണം എന്ന ഇതിഹാസം, അതുപോലെ മഹാഭാരതം എന്ന ഇതിഹാസം, ഇത് രണ്ടും നമ്മൾ സാമാന്യമായി ഒന്ന് പരിചയപ്പെട്ടു. മാത്രമല്ല, ഈ കാലഘട്ടത്തിലും ഇതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. ത്രേതായുഗത്തിൽ സംഭവിച്ച രാമായണത്തിന് ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി? ദ്വാപരയുഗത്തിൽ സംഭവിച്ച മഹാഭാരതത്തിന് ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചിലരെങ്കിലുമൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ കാലത്തെ അതിവർത്തിച്ച് കാലാതീതമായി ഇത് നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ പല കൃതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതൊന്നും കാലത്തെ അതിജീവിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പൊ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇന്നേക്ക് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടവയാണ്. 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കാലത്തെ അതിജീവിച്ച വിസ്മയം ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുസരിച്ചായിരിക്കണം ഓരോ കൃതികളും വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. ഇത് രചിച്ച കാലഘട്ടത്തിലെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ആ കാലഘട്ടത്തിൽ അന്ന് വ്യാഖ്യാനിക്കും. പക്ഷെ ഇന്ന് നമ്മളിത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതം. രാമായണവും രമണനും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ ഇല്ല എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജനങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകം രാമായണമാണ്, അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രമണനാണെന്ന് ഒരു പറച്ചിലുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, കുറച്ചു കാലം മുമ്പുള്ള ഒരു വിലയിരുത്തലാണിത്. അപ്പോൾ രാമായണത്തിന് അത്രത്തോളം ജനകീയത കൈവന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി ഉണ്ടായ രാമായണം ചീരാമ കവിയുടെ രാമചരിതം അല്ലെങ്കിൽ ഇരാമചരിതം എന്ന് പറയുന്നതാണ്. അത് വാൽമീകി രാമായണത്തെ അധികരിച്ച് ആണ് എഴുതിയിരിക്കുന്നത്. അതിലെ യുദ്ധകാണ്ഡത്തെ അധികരിച്ചാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് നിരണം കവികളെന്ന് പറയുന്ന നിരണത്ത് ശങ്കരപ്പണിക്കര്, മാധവപ്പണിക്കര്, രാമപ്പണിക്കര്, അതിൽ നിരണത്ത് രാമപ്പണിക്കരുടേതായുള്ള കണ്ണശ്ശ രാമായണം, കണ്ണശ്ശ കവികൾ എന്നറിയപ്പെട്ടതുകൊണ്ട് ആ രാമായണത്തിന് കണ്ണശ്ശ രാമായണം എന്ന് പേര് വന്നു. അന്ന് മലയാളത്തിൽ 2 രീതികളാണ് കാവ്യഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് പാട്ട്, 2 മണിപ്രവാളം. ദ്രാവിഡാക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പാട്ട് എഴുതുന്നത്. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട്. പാട്ടിൻ്റെ പൂർണ്ണമായ ലക്ഷണം ഒത്ത കൃതി എന്ന് പറയുന്നത് രാമചരിതമാണ്. അതിനുശേഷം കണ്ണശരാമായണവും ഭാഷാ ഭഗവത്ഗീതയും അതുപോലെ ഭാരതമാലയും ഒക്കെ പാട്ട് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികളാണ്. മണിപ്രവാള കൃതികൾ നമുക്കെല്ലാം ഒരുപക്ഷെ സുപരിചിതമായിരിക്കും. ചമ്പു കാവ്യങ്ങളെല്ലാം സന്ദേശകാവ്യങ്ങൾ ആ കാലഘട്ടത്തിലെ, അതെല്ലാം മണിപ്രവാള കാവ്യങ്ങളാണ്. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. ഭാഷയും സംസ്കൃതവും തമ്മിൽ ചില പ്രത്യേക രീതികളിലൊക്കെ എടുത്ത ഒരു ഭാഷാ രീതിയാണ് മണിപ്രവാളം. സംസ്കൃത മണി തമിഴ് മണി, സംസ്കൃത പവിഴം.
അപ്പോൾ അവിടെ മണി പ്രവാളം എന്ന് പറഞ്ഞാൽ മണി സംസ്കൃതമാണ്, പ്രവാളം മലയാളവും അല്ലെങ്കിൽ അന്നത്തെ കേരള ഭാഷ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ആ ഒരു രീതിയല്ല എഴുത്തച്ഛൻ സ്വീകരിച്ചത്, പാട്ടിൻ്റെ വഴിയിലാണ് എഴുത്തച്ഛൻ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലെ കിളിപ്പാട്ട്, കിളി പറയുന്ന രീതിയിൽ അന്നത്തെ ദ്രാവിഡ വൃത്തങ്ങളായിട്ടുള്ള കാകളി, കളകാഞ്ചി, കേക, ഇതൊക്കെ എഴുത്തച്ഛൻ തൻ്റെ കൃതിക്ക് ഉപയോഗിച്ചത്. കണശരാമായണം കേരളീയ വീടുകളിൽ പാരായണം ചെയ്യുന്ന പതിവ് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വന്നതോടുകൂടി മലയാള ഭാഷ ഒരുപക്ഷെ സംസ്കൃതത്തിൻ്റെയോ തമിഴിൻ്റെയോ പിടിയിൽ നിന്ന് മുക്തമായി സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം കൈവരിച്ചു. അങ്ങനെ ഭാഷ സ്വതന്ത്രമായതുകൊണ്ട് തന്നെ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നു, ആദരിക്കുന്നു. എത്രത്തോളം എഴുത്തച്ഛന് കേരളം ആദരവ് കൊടുക്കുന്നുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നതും നല്ലതാണ്. എന്തായാലും മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ തന്നെയാണ്. എഴുത്തച്ഛൻ പുരാതന കവിത്രയത്തിൽപ്പെട്ട രണ്ടാമത്തെ കവിയാണ്. ആദ്യം ചെറുശ്ശേരിയുടെ കാലത്തിന് ശേഷമാണ് എഴുത്തച്ഛൻ, അതിനുശേഷം കുഞ്ചൻ നമ്പ്യാർ. ഭാഷയുടെ വികാസ പരിണാമങ്ങളാണ് നമുക്ക് അവരിലൂടെ കാണാൻ കഴിയുന്നത്. നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് വള്ളത്തോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പുതുമലയാൺമതൻ മഹേശൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പറഞ്ഞത്. പുതുമലയാൺമതൻ മഹേശൻ എന്ന് പറഞ്ഞത് വള്ളത്തോൾ നാരായണ മേനോനുമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്രകാരം എഴുത്തച്ഛൻ്റെ ഭാഷാ രീതിയാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത്. അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭാഷാപരമായി ശരിയായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യണമെങ്കിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ജാതി മത രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാവരും വായിക്കുകയും പഠിക്കുകയും വേണം. കേവലം ഒരു ഭക്തികാവ്യം എന്നതിനപ്പുറത്തേക്ക് മലയാള ഭാഷയിൽ പിറന്നു വീണ ആദ്യത്തെ ഗ്രന്ഥം, അല്ലെങ്കിൽ സ്വതന്ത്ര മലയാള ഭാഷയിൽ പിറന്നു വീണ ആദ്യത്തെ ഗ്രന്ഥമെന്ന് നമുക്ക് വിളിക്കാം. അതിലെ വാക്കുകളാണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പല കവികളും പറയാറുണ്ട്, അവർക്ക് വാക്കുകൾക്ക് ക്ഷാമം നേരിടുമ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം എടുത്ത് വായിച്ച് അതിലിങ്ങനെ അനർഗള നിർഗളമായിട്ട് പദപ്രവാഹമുണ്ടാവുന്നു, പദങ്ങളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എഴുത്തച്ഛൻ്റെ കാവ്യത്തെ ഭക്തിയുടെ ഒരു സാഹചര്യത്തിലും അതുപോലെ ജ്ഞാനാർജനത്തിനും നല്ല മനുഷ്യനാകാനും ഒക്കെ എഴുത്തച്ഛൻ്റെ കൃതികൾ പൊതുവെ പഠിക്കുന്നത് നല്ലതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അധ്യാത്മരാമായണം മൂലം എന്ന കൃതിയിൽ നിന്ന് അതിൻ്റെ ഒരു തർജ്ജമ, വേണമെങ്കിൽ സ്വതന്ത്ര തർജ്ജമ എന്ന് പറയാവുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. അതായത് ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. പിന്നീട് ഉത്തരരാമായണം എന്ന പേരിൽ അതിൻ്റെയോടനുബന്ധമായ ഒരു കൃതിയുണ്ട്. ഭാഷാപരമായ പ്രത്യേകതകൾ നോക്കുമ്പോൾ അത് എഴുത്തച്ഛൻ്റേതല്ല എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. കാരണം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഭാഷയുടെ ഗുണം നമുക്ക് ഉത്തരരാമായണത്തിലെ ഭാഷയിൽ കാണാൻ കഴിയുന്നില്ല. ആ ഗൗരവമായ ഭാഷ നമുക്കതിൽ അനുഭവിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് അത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതോ ഒക്കെയാണെന്നാണ്
വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്തായാലും അധ്യാത്മരാമായണമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൽ 6 കാണ്ഡങ്ങളാണുള്ളത്. നമ്മൾ ഈ പറഞ്ഞ 6 കാണ്ഡങ്ങൾ. അതിൽ ആദ്യത്തെ ബാലകാന്ഡം കേക വൃത്തത്തിലാണ്, അയോധ്യാകാന്ഡം കാകളി വൃത്തത്തിലാണ്, ആരണ്യകാന്ഡം വീണ്ടും കേകാവൃത്തത്തിൽ, കിഷ്കിന്ധാകാന്ഡം കാകളി വൃത്തത്തിൽ, സുന്ദരകാന്ഡം കളകാഞ്ചി വൃത്തത്തിലാണ്, യുദ്ധകാന്ഡം കാകളി വൃത്തത്തിലാണ്. അപ്പോൾ 3 കാണ്ഡങ്ങൾ കാകളി വൃത്തത്തിലും 2 കേകയിലും 1 കളകാഞ്ചിയിലുമാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ പാരായണം. നമ്മളെല്ലാവരും ഈ കർക്കടക മാസത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യണം. ആദ്യത്തെ കാണ്ഡം മുതൽ അവസാനത്തെ കാണ്ഡം വരെ നിർബന്ധമായും അത് കഥയറിഞ്ഞ് ആശയമറിഞ്ഞ് അർത്ഥമറിഞ്ഞ് തന്നെ വേണം അത് പാരായണം ചെയ്യാനും. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പാരായണത്തിലൂടെ നമുക്കതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും സ്ത്രീ പുരുഷ ജാതി രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവരും രാമായണം വായിക്കണം. അത് നമ്മുടെ ഭാഷയ്ക്ക് വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ കഴിയും. കാരണം നമ്മൾ ഉച്ചരിക്കുന്ന രീതികളും വായിക്കുന്ന രീതികളും നമ്മുടെ ഭാഷയുടെ ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കാനും നമുക്ക് കഴിയും. യാതൊരു കുഴപ്പവുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് 4 വാക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ നിരന്തരമായ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലഘുപ്രഭാഷണം ഇവിടെ നിർത്തുന്നു. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.